വലിയ പ്രതിഷേധം ഉടനീളം കോർപ്പറേഷനകത്തും പുറത്തും കത്തിക്കയറുക തന്നെയാണ്. ഒപ്പം ഇപ്പോൾ നിലവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടെങ്കിലും ഇത് പ്രതിഷേധത്തിന് താൽക്കാലിക അവസാനം മാത്രമാണ്. മുതിർന്ന നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധ പരമ്പര തന്നെ കോർപ്പറേഷനിൽ ഉണ്ടാകും. കാരണം നിലവിലെത്തിയിട്ടുള്ള ബിജെപി പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പൂർണ്ണമായും ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? പ്രതിഷേധിക്കുന്ന നിലവിൽ ഈ ഒരു നിമിഷം മുഴുവൻ പ്രതിഷേധക്കാരെയും അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പോലീസിനെ സംബന്ധിച്ച്. പക്ഷെ മണിക്കൂറുകൾ പാടുപെട്ടു. വാക്കുതർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി. ഷർട്ടുകൾ കീറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തി. ടൗൺ ഇൻസ്പെക്ടറുമായാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ വാക്കുതർക്കമുണ്ടായി. അദ്ദേഹം ഈ പ്രതിഷേധത്തിന് വേണ്ടി എത്തിയ ഒരു പ്രവർത്തകന്റെ ഷർട്ട് വലിച്ചു കീറിയെന്നതടക്കമുള്ള പരാതികൾ ഉന്നയിച്ചു. ആദ്യം പ്രതിഷേധവുമായി കോർപ്പറേഷനിലേക്ക് വന്നത് BJP ആണ്. BJP പ്രവർത്തകരെ പോലീസ് ആദ്യമേ ഈ കോർപ്പറേഷന്റെ ഗേറ്റിൽ തടഞ്ഞു നിർത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം പ്രവർത്തകർ പോലീസിനെ മറികടന്നുകൊണ്ട് മതിലടക്കം ചാടി കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിച്ചു. പോലീസ് പിന്നീട് അവരെ ബലപ്രയോഗത്തിലൂടെ പ്രകാശ് ബാബു ഉൾപ്പെടുന്ന നേതാക്കളും പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി എത്തിയത്. അവരെ ഏറെ പാടുപെട്ട് ബലപ്രയോഗത്തിലൂടെ ഗേറ്റിന് പുറത്തേക്ക് ഇറക്കി ആ ഗേറ്റ് അടച്ചു. അതിനുശേഷം കൗൺസിലർമാരെ മാത്രം മേയറുടെ ചേംബറിലേക്ക് കടത്തിവിട്ടു. പക്ഷേ മേയർ ചേംബറിലേക്ക് വന്നിരുന്നില്ല. അപ്പോൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ഈ ടേബിളിൽ മേയറുടെ മേശയിൽ കറുത്ത തുണി വിരിച്ച് പ്രതിഷേധിക്കുകയുമായിരുന്നു BJPയുടെ കൗൺസിലർമാർ ചെയ്തിരുന്നത്. പോലീസ് പിന്നീട് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതേ സമയത്ത് തന്നെ ഗേറ്റിന് പുറത്തും BJP പ്രവർത്തകർ പ്രതിഷേധം തുടരുന്നുണ്ടായിരുന്നു. അവരെയും പോലീസ് നീക്കിയിരുന്നു. അതിനിടെയാണ് സെക്രട്ടറിയുടെ ഓഫീസിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നു വന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ സെക്രട്ടറിയുടെ ചേംബറിനകത്തേക്ക് കയറി സെക്രട്ടറിയെ ഉപരോധിച്ചത്. സെക്രട്ടറിയോട് കൃത്യമായ ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്തു. ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണോ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെന്ന്. ആ സമയത്താണ് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തത്. അൺഫിറ്റായ കെട്ടിടമാണ്, കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ്, കോർപ്പറേഷൻ പൊളിച്ചു നീക്കുന്നതടക്കം നടപടികൾ ആലോചിച്ച കെട്ടിടമാണ്, അത്തരം നടപടികളിലേക്ക് ഉൾപ്പെടെ പോയ കെട്ടിടമാണ്. അതായത് 2024 തന്നെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണിതെന്ന് കണ്ടെത്തിയ ഒരു കെട്ടിടത്തിലാണ് ഏതായാലും ഇന്ന് അപകടം സംഭവിച്ച 3 സാധു മനുഷ്യർക്ക്, തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത്. കൃത്യമായി കോർപ്പറേഷൻ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആ കെട്ടിടത്തിൽ 2 കടകളുടെ ഗോഡൌണുകളാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ഈ വിധത്തിൽ ഗോഡൌണുകളൊക്കെ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു, അവർക്ക് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് നൽകിയിരുന്നു. അതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന കാര്യത്തിലടക്കം വ്യക്തമായ മറുപടി, കൃത്യമായ ഉത്തരം ലഭ്യമാകേണ്ടതുണ്ട്. പ്രതിഷേധം നിലവിൽ കോർപ്പറേഷനിലും കോർപ്പറേഷൻ പരിസരത്തും അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് താൽക്കാലികം മാത്രമാണ്. വലിയ രീതിയിലുള്ള സംഘടിത പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അക്ഷയ്.